ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ആഗസ്റ്റ് 18-ാം തീയതി നടക്കാൻ പോകുന്ന നെക്സ്റ്റ് എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എക്സാമിനേഷന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഫിസിക്സിൻ്റെ സിലബസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുമ്പോൾ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫോഴ്സ്, ടൈപ്പ് ഓഫ് ഫോഴ്സ്, സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഫ്രിക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രസ്റ്റ് ആൻഡ് പ്രഷർ ആണ്. അതിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ലിക്വിഡ് പ്രഷർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ കവർ ചെയ്യുന്നത്. ദെൻ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ വരുമ്പോൾ സൗണ്ട് ആണ്. പ്രോപ്പർട്ടീസ്, സോഴ്സസ്, നാച്ചുറൽ ഫ്രീക്വൻസി, പ്രൊപ്പഗേഷൻ, ഓഡിബിലിറ്റി, അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ കവർ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ സിലബസിൻ്റെ അടുത്ത മൊഡ്യൂൾ നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ആണ്. നമുക്കറിയാവുന്നതാണ് ഇലക്ട്രിസിറ്റി നമ്മൾ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇലക്ട്രിസിറ്റിയിൽ വരുന്നത് ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, കറണ്ട്, കപ്പാസിറ്റർ, റെസിസ്റ്റർ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. ദെൻ അടുത്തത് മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിനകത്ത് വാട്ട് ഈസ് മോഷൻ, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻ ഓഫ് മോഷൻ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ദെൻ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വരികയാണെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, മാസ് ആൻഡ് ഗ്രാവിറ്റേഷൻ, മാസ് ആൻഡ് വെയിറ്റ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഫ്രീ ഫാൾ, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ദെൻ സെക്കൻഡ് ലാസ്റ്റ് മുകളിലോട്ട് വരികയാണെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആണ്. അതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റ്, മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡ്, ഇലക്ട്രിക് മോട്ടർ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് നോക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിനകത്ത് ജനറേറ്റർ, AC-യും അതേപോലെ തന്നെ DC കറണ്ടിനെ കുറിച്ചും, ട്രാൻസ്ഫോമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ. മക്കൾ, ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നെക്സ്റ്റ് എക്സാമിന് വേണ്ടി നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.